മുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പൂ ഉണ്ടാക്കിയാലോ, നമുക്ക് ഡ്രസ്സിലെല്ലാം കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് സൂചി കുത്തിയെടുക്കുക കേട്ടോ. ഞാൻ എംബ്രോയ്ഡറിയുടെ ഫ്രെയിമിലാണ് ചെയ്യുന്നത്. 5 മുത്ത് ആദ്യം കോർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ സൂചി വീണ്ടും ഈ നമ്മൾ കോർത്ത മുത്തിൻ്റെ പിറകിലൂടെ ആയിട്ട് ഇങ്ങനെ വീണ്ടും ഒന്ന് കോർത്തെടുക്കുക. അതിൽ നമ്മൾ 4 മുത്ത് വരെ കോർക്കാൻ പാടുള്ളൂ. ഒരു മുത്തിലൂടെ നമ്മൾ വീണ്ടും സൂചി കയറ്റാൻ പാടില്ല. എന്നിട്ട് അങ്ങനെ വലിക്കുക കേട്ടോ. ഞാൻ ഇത് ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്ര ഒരു ക്ലിയർ ഇല്ലാത്തത് കേട്ടോ, ഒരു പെർഫെക്റ്റ് അല്ലാത്തത്. ഫോൺ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വലിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതിലായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ 2 മുത്തും കൂടി, ഇതിപ്പോൾ പൂവിൻ്റെ പകുതി ആയുള്ളൂല്ലോ, ഇനി 2 മുത്തും കൂടി എടുത്തിട്ട് നമ്മൾ ആ നടുവത്തെ മുത്തല്ലാതെ നടുവത്തെ മുത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു മുത്തുണ്ടാവുമല്ലോ, ആ മുത്തു കൂടെ ഒന്നും കൂടി ഒന്ന് കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു പൂവിൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് വരും. നടുവത്തെ മുത്തിലൂടെ കോർക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അത് ഒറ്റക്കായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടാണ് ഈ പൂ ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓരോ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് സ്റ്റഡിക്ക് നിൽക്കും കേട്ടോ. ഇപ്പോൾ ഒരു പൂ പോലെ ആയിട്ടുണ്ടാവും, പക്ഷേ അത് നമ്മൾ തുണിയിൽ നിന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വേറിട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോ മുത്തുകളുടെ ഇടയിൽ കൂടെ ഒന്ന് 2 സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്താൽ അതങ്ങോട്ട് റെഡി ആയിട്ട് നിന്നോളൂ കേട്ടോ.